ഇപ്പോൾ ഡെറാഡൂണിൽ വീരമൃത്യു വരിച്ച സൈനികൻ ബാലുവിൻ്റെ ഭൗതിക അദ്ദേഹത്തിൻ്റെ ജന്മനാടായ നേമത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഇപ്പോൾ ഭൗതികദേഹം കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പൊതുദർശനം ഉണ്ടാകും വസതിയിൽ. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ ആയിരിക്കും ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് സൈഡിൽ ഫ്ലാഗ് ഇട്ടിട്ട് ശാലിനി ചേരുന്നു. ശാലിനി, നിലവിൽ ബാലുവിൻ്റെ ഭൗതികദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ സൈനികർ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം എത്ര മണിവരെ പൊതുദർശനം ഉണ്ടാകും? മറ്റു വിവരങ്ങൾ? ആരോഹണം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഡെറാഡൂണിൽ കഴിഞ്ഞ ദിവസം വീരമൃത്യു ബാലു സെക്രട്ടറി കൂടിയായ ബാലുവിൻ്റെ ഭൗതികദേഹം കോഴിക്കോട്ടെ ജന്മനാടായ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8:15 പുരാപയാത്രയായി പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി അവിടെ മുമ്പിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു നാട് മുഴുവൻ അലമുറയിട്ട് കരയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജില്ലാ കളക്ടർ കൂടിയായ അൻകുമാരിയാണ് ഭൗതികദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ഭൗതികദേഹം പാപ്പനംകോട്ടെ വീട്ടിലെത്തിക്കുമ്പോൾ സർക്കാരിന് വേണ്ടി നേമത്തെ MLA യും മന്ത്രി കൂടിയായ പി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടെ ആദരമർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. ഒരു നാടൊന്നാകെ പി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടെ ആദരമർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. ഒരു നാടൊന്നാകെ കരയുകയാണ്, ഒരു നാടൊന്നാകെ വിലപിക്കുകയാണ്. കഴിഞ്ഞ പദവിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചുമതലയിലേക്ക് പോകുന്നതിന് മുൻപായിട്ടുള്ള പരിശീലനം ഡെറാഡൂണിൽ നടക്കുന്നതിനിടയിലാണ് കഴിയുന്നത്. നീന്തൽക്കുളത്തിൽ ബാലുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭൗതികദേഹം പിന്നീട് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയായിരുന്നു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലു എന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, അനന്തപുരിക്കാർക്കും നേമത്തുകാർക്കും പാപ്പനംകോട്ടുള്ളവർക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ജോലിക്കായി പോയി. അതിനുശേഷം ഇടയ്ക്ക് അവധിക്ക് ഇവിടേക്ക് വരുന്നു. അതിനുശേഷം കുടുംബത്തോടൊപ്പം അവധി ചെലവഴിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോയതിനു ശേഷം പുതിയ വീട് നിർമ്മാണമൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിന്റെയൊക്കെ ഭാഗമായിട്ട് തിരികെ നാട്ടിലേക്ക് എത്താനൊക്കെയുള്ള തയ്യാറെടുപ്പൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഔദ്യോഗികമായി മരണ കാരണം എന്താണ് എന്നുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും വീരമൃത്യു വരിച്ച ധീരജവാനെ കാണാനായി നാടൊന്നാകെ പാപ്പനംകോട്ടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. അമ്മ വിലപിക്കുകയാണ്. ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. നാടൊന്നാകെ ആദരമർപ്പിക്കുന്നു, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. എന്തായാലും 11 അരയോടുകൂടി ഇവിടുത്തെ വീട്ടിലെ പൊതുദർശനം പൂർത്തിയാകും. അതിനുശേഷം 12 മണിക്ക് തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിലെത്തിച്ച് അവിടെ പൂർണ്ണ സൈനിക ബഹുമതികൾ നൽകിയ ശേഷമായിരിക്കും നാടൊന്നാകെ ബാലുവിനായി യാത്രാമൊഴി നൽകുക. രോഹിണി. ശരി ശാലിനി, സൈനികൻ ബാലുവിൻ്റെ ഭൗതികദേഹം ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിവരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ശാന്തി കവാടത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക.